കാണാൻ പോകുന്ന കുടുംബശ്രീ ഷോ ലേറ്റസ്റ്റ് എപ്പിസോഡ് വരെയാണ്. അപ്പോൾ ഇനി കാണുന്ന എപ്പിസോഡ് നമ്മുടെ വിഷ്ണു ആണെങ്കിൽ കാർത്തിക് നിർത്തി പൊരിക്കിനെ കാണുന്നത്. കാർത്തിക ഒരറ്റം വിഷ്ണു നിർത്തി പൊരിക്കുമ്പോൾ കാർത്തിക്കെതിരായിട്ടുള്ള കരുനീക്കങ്ങളെ ശക്തമായി തന്നെ നമ്മുടെ ശാലിനി കാർത്തിക് അറിയാതെ കാർത്തികയുടെ പിന്നിൽ തന്നെ ഉള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. അപ്പോൾ ഇന്നത്തെ ഡീറ്റെയിൽ റിവ്യൂ നോക്കാം. അതിന് മുന്നേ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് കമൻസും ഷെയർസ് ലൈക്സിനും ആരും മറക്കണ്ട കേട്ടോ. പിന്നെ ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് പപ്പിമോളും സത്യമോളും കൂടെ ഒരുമിച്ച് ശാലിനിയെ വിളിക്കുന്ന ഒരു സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യം ആരും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ശാരദാമ്മ എന്താണ് ഗോപാലനോട് പറയുന്നുണ്ട്, ഇപ്പോൾ തൽക്കാലം എന്താണ് ശ്യാമയ്ക്ക് അങ്ങനെ സംഭവിച്ചുകൊണ്ട് ശ്യാമയെ നോക്കാൻ വേണ്ടി ശാലിനി പോയി നിൽക്കുന്നതിൽ ഒരു തെറ്റില്ല. അല്ലാതെ ഗോപാലനെ പോലെ എന്താണ് ആൺകുട്ടികൾക്ക് വേണ്ടി ആഗ്രഹിച്ചത് പെൺകുട്ടികളെല്ലാം വലിച്ചെറിഞ്ഞിട്ട് പോയതുപോലെയൊന്നും ആകാൻ പറ്റത്തില്ല എന്നൊക്കെ ചേച്ചി ശാരദയ്ക്ക് അങ്ങനെ ആകാൻ കഴിയത്തില്ല എന്ന് തന്നെ ഗോപാലൻ്റെ മുന്നിൽ പറയും. ഗോപാലേട്ടനെ പിന്നെ പറയാൻ ഒരു വാക്കില്ല. പിന്നെ കാണിക്കുന്ന രസകരമായ കാര്യം എന്ന് പറയുന്നത് വിഷ്ണുവാണ്. വിഷ്ണുവിൻ്റെ എൻട്രി എന്ന് പറയുന്നത് വിഷ്ണു വരുന്നത് ഈ കാർത്തികപ്പുറത്ത് വലിയ ഉല്ലസം, ഇനി അങ്ങോട്ടേക്ക് സത്യഭാമയുടെ വീടിൻ്റെ തന്നെ എന്താണ് ഞാനാണ് വലിയ സംഭവം, ഇവിടുത്തെ മരുമകൾ ഞാനെന്ന മട്ടി പുറത്തുനിന്ന് എന്താണ് ആ ഒരു പുറത്ത് സിറ്റൗട്ടിൽ നിന്ന് ഫോണൊക്കെ നോക്കി ഇങ്ങനെ രസിച്ചിരിക്കുകയാണ് പുള്ളിക്കാരി. ആ രസിച്ചിരിക്കുന്ന ഇടയ്ക്കകത്ത് വിഷ്ണു കലി കൊണ്ടാണ് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് കാർത്തികയെ നോക്കിയിട്ട് എന്താണെന്ന് അറിയും, കാർത്തികയോട് സംസാരിക്കായിരിക്കും. അപ്പം സംസാരിക്കാൻ കഴിയുമ്പോഴത്തേക്കും വിഷ്ണുവിനെ കാണുമ്പോൾ തന്നെ കാർത്തിക എന്താണ് വിഷ്ണുവിൻ്റെ മുന്നിൽ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കുക. കാരണം അറിയാമല്ലോ ഇന്നലെ സംഭവിച്ച കാര്യത്തിൽ കാർത്തികയുടെ കൈയുടെ പങ്ക് കൊണ്ട് തന്നെയാണ് അമ്മ ഇന്നലെ റൂമിൽ നിന്ന് ശാലിനി കയ്യോട് പൊക്കിയെന്നും അതിൻ്റെ പിറകെ കാർത്തികയുടെ ഏഷണിയും ഭീഷണിയും ഇല്ലാത്ത ഇതൊന്നും നടക്കത്തില്ല എന്നുള്ള കാര്യം വിഷ്ണുവിന് മനസ്സിലാക്കണം. വെറുതെ എന്തിനാ മുഖം കൊടുക്കാൻ നിൽക്കുന്നത്. അതിന് കാർത്തിക വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പറ്റിച്ച് ഇറങ്ങിപ്പോകാൻ നോക്കുമ്പോഴത്തേക്കും വിഷ്ണുക്ക് എവിടെ പോകുന്നു, ഇവിടെ ഇരിക്കുക, എനിക്ക് തന്നോട് കാര്യം സംസാരിക്കും. അല്ല വിഷ്ണുവിനെ കാപ്പി എടുത്തരാൻ, അല്ല കാപ്പിയൊക്കെ എടുത്തരാൻ ഇവിടെ പൊന്നിയുണ്ടല്ലോ എന്നതിൻ്റെ വിഷ്ണു അങ്ങ് ദേഷ്യത്തിൽ സംസാരിക്കുമ്പോൾ തന്നെ കാർത്തിക മനസ്സിലായി, ഓ ഇത് കാര്യം ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമില്ല, കാര്യം കയ്യിൽ നിന്ന് പോയി നിൽക്കുന്ന അവസ്ഥയെന്ന് കാർത്തിക മനസ്സിലാവുകയാണ്. തന്നെ എന്താണ് രണ്ടോ മൂന്നോ വട്ടം വിഷ്ണു എന്താണ് നിൽക്കിയെന്ന് പറഞ്ഞിട്ട് പോലും കാർത്തിക് വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് എന്താണ് എസ്കേപ്പ് ആവാൻ നോക്കിയതാണ്. എന്നിട്ട് ലാസ്റ്റ് വിഷ്ണുവിൻ്റെ കർശനമായ ആ വാക്കിൻ്റെ ഒരു കടുപ്പം കണ്ടിട്ട് കാർത്തിക് മനസ്സിലായി ഇനി പറ്റത്തില്ല. ആകുമ്പോഴത്തേക്കും കാർത്തിക് എന്താണ് അവിടെ ഇരിക്കെ, എനിക്ക് തന്നോട് കുറച്ച് കാര്യം സംസാരിക്കണമെന്ന് പറയുമ്പോൾ ലാസ്റ്റ് അവിടെ കാർത്തിക് ഇരിക്കുകയാണ്. അപ്പം കാർത്തിക് ഇരിക്കുന്നത് പേടിച്ച് വരച്ചായിരിക്കുന്നത്. അപ്പോഴത്തേക്കും വിഷ്ണു ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, താൻ എന്തിനാടോ എൻ്റെ അടുത്ത് ഇത്രയും കള്ളക്കളിയൊക്കെ കാണിക്കുന്നത്. അതോടെ തന്നെ കാർത്തികയുടെ സർവത്ര എന്താണ് അങ്ങ് അടിമുടി എന്താണ് കാർത്തിക വരച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്കും കാർത്തിക അടുത്ത് വിഷ്ണു എന്താ ചോദിക്കാൻ പോകുന്നത് ഈ ബാക്കി കാർത്തിക് അറിയത്തില്ല. അപ്പോഴത്തേക്കും വിഷ്ണു ചോദിക്കുകയാണ്, താൻ ഒരാൾ കാരണോ ഇന്നലെ നടന്ന എല്ലാ പ്രശ്നങ്ങളും കാര്യം ഞാൻ കാരണം എന്ത് പ്രശ്നം വന്നിട്ട് എന്താണ് കാർത്തിക എണീറ്റുണ്ട് ഭയങ്കര അഭിനയം തുടങ്ങി. കാർത്തിക ഇന്നലെ രാത്രി താൻ ഒരാളല്ലേടോ അമ്മയെ വിളിച്ചുകൊണ്ട് എൻ്റെ റൂമിലേക്ക് വന്ന് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കാനുള്ള കാരണം. ഈ വിഷ്ണുവിൻ്റെ സത്യം പറഞ്ഞാൽ ഞാനല്ല, സത്യം ഒറ്റ കയറുന്നത്. ഞാൻ വിശ്വസിച്ചു കാർത്തിക. കാരണം എന്താ വെച്ചാൽ അമ്മ രാത്രി ഉറങ്ങിക്കിടന്ന് അമ്മയ്ക്ക് രാത്രി സ്വപ്നത്തെ എന്താണ് ദിവ്യദർശനം വന്ന് അമ്മ നേരെ എന്താണ് എന്നെ ശാലിനിയും കാണാൻ വേണ്ടി റൂമിലേക്ക് ഞാൻ കയറി വന്നേര്. തനിക്ക് ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും കാർത്തിക പറഞ്ഞു, അയ്യോ വിഷ്ണുട്ടെ എന്നെ വെറുതെ ഇതേ കുറ്റപ്പെടുത്തുക, ഇതിനകത്ത് എനിക്കൊരു പങ്കുമില്ല. പിന്നെ താൻ എന്തിനാ അമ്മയുടെ കൂടെ വന്ന്, അത് ഞാൻ വന്നതല്ല വിഷ്ണുട്ട, എന്നെ സത്യാമ്മ അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നേ. അപ്പം ഞാൻ യാദർച്ഛികമായിട്ട് വന്നതാന്നേ ഉള്ളൂ. എനിക്ക് നിങ്ങൾ രണ്ടുപേരും കൂടെ ആ റൂമിൽ ഒരുമിച്ച് ഉണ്ടെന്ന് പോലും എനിക്ക് അറിയത്തില്ല. അങ്ങനെ എനിക്ക് അറിയാമെന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എന്താണ് ശാലിനിയും വിഷ്ണുട്ടും ഒരുമിച്ചുണ്ടെന്നുണ്ടെങ്കിൽ സത്യാമ്മ അങ്ങോട്ടേക്ക് വരാതെ അങ്ങ് തടഞ്ഞു നിർത്തത്തല്ല എന്നുണ്ടായിരുന്നത്. അല്ലാതെ സത്യാമ്മ അങ്ങോട്ടേക്ക് വരുത്തത് പോലും ഞാൻ ഇല്ല എന്ന്. അപ്പോഴത്തെ കാർത്തികയുടെ ഈ മുതലക്കണ്ണീരും അഭിനയൊന്നും വിഷ്ണുവിൻ്റെ മുന്നിൽ ഒരു രീതിയിലും എന്താണ് വില പോയില്ല. വിഷ്ണു പറയാം, എടോ മതി നിർത്തി, ഇനി അങ്ങ് പറഞ്ഞ് കാട് കയറാൻ നിൽക്കണം. അതിന് വിഷ്ണു എണീറ്റ് എന്താണ് കാർത്തികയുടെ മുഖത്തടിച്ച പോലെ ഇപ്പോൾ കാർത്തികയുടെ മുന്നിൽ ഇത്രയും കാര്യം വിഷ്ണു പറഞ്ഞു. കാരണം ഇനി ബാക്കി പറയുന്ന കാര്യം പോലും താൻ പറയുന്ന അങ്ങോട്ടേക്ക് ഇനി എന്തൊക്കെ ന്യായീകരിക്കാൻ നോക്കിയാലും തൻ്റെ കയ്യിൽ തെറ്റാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായും തന്നെയാണ് വിഷ്ണുവിൻ്റെ ആ ഒരു പറയുന്ന രീതി തന്നെ. അപ്പോഴത്തേക്കും കാർത്തികയുടെ വിഷ്ണു പറയുവാണ്, എടോ എല്ലാത്തിനും എന്നെ തെറ്റ് പറഞ്ഞാൽ മതിയല്ലോ, തന്നെ ഇങ്ങോട്ടേക്ക് രക്ഷിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് വന്ന എന്നെ വേണം തെറ്റ് പറയാം. അത് എൻ്റെ ഒരു മനസാക്ഷി കൊണ്ട് ഞാൻ ചെയ്തു പോയത്, എൻ്റെ മനസാക്ഷിക്ക് അത് നിരക്കാത്ത കാര്യമായതുകൊണ്ട് അങ്ങനെ ഒരാൾ ചെയ്യണ്ട എന്ന് കരുതി തന്നെ രക്ഷിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നപ്പം താൻ അന്ന് എന്നോട് പറഞ്ഞു ഒരു 14 ദിവസത്തെ സാവകാശത്തിന് വേണ്ടിയിട്ട് ഒരു കല്യാണ നാടകം കൂടെ പറഞ്ഞപ്പം അന്ന് എൻ്റെ ഏതൊരു ദുർബല നിമിഷത്തിൽ ഞാനത് സമ്മതിച്ചു. ഒരു 14 ദിവസത്തെ ഒരു കരാർ എന്ന രീതിക്ക് അത് പറഞ്ഞത് അത് എൻ്റെ കയ്യിലെ തെറ്റ് തന്നെയാണ്. തന്നെക്ക് വേണ്ടിയിട്ട് ആ ഒരു കാര്യം ചെയ്തത്. അപ്പോഴത്തേക്കും കാർത്തിക വിട്ടുവിടുന്നില്ല. കാർത്തിക പറയുക, അതായത് എന്നെ മാത്രം കുറ്റം പറയേണ്ട വിഷ്ണുണ്ട്, അന്ന് വിഷ്ണുട്ടനും ഇതേ അവസ്ഥ തന്നെയായിരുന്നു എന്ന് പറഞ്ഞാൽ തിരിച്ച് കാർത്തിക സംസാരിക്കും. വിഷ്ണു പറയുന്നത് മതി, ഇനി ഇങ്ങോട്ടേക്കുള്ള ന്യായം പറഞ്ഞ് പഴങ്കഥ എടുക്കാൻ വേണ്ടി നിൽക്കേണ്ട, ഇത്രയൊക്കെ തന്നെ മതി. എനിക്ക് തന്നോട് വേറൊരു പ്രധാന കാര്യം ചോദിക്കാൻ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും കറക്റ്റ് പൊന്നി ചേച്ചി വരും. അപ്പോൾ പൊന്നി ചേച്ചി ഇവർക്ക് തമ്മിൽ ഇച്ചിരി കിറുകിർത്താണ് സംസാരിക്കുന്ന കാര്യമൊക്കെ പൊന്നി ചേച്ചിക്ക് മനസ്സിലായി. അപ്പം പൊന്നി ചേച്ചി ഇച്ചിരിയൊക്കെ ശ്രദ്ധിക്കുന്നത് കാണുമ്പോഴത്തേക്കും പൊന്നി കാണുമ്പോൾ തന്നെ ഈ കാർത്തികയുടെ മുഖം എന്താണെന്ന് അറിയാം, കുറച്ചൊന്ന് വേറൊരു ആംഗിളിലേക്ക് നോക്കുമ്പോൾ വിഷ്ണുവിന് മനസ്സിലാവുന്നുണ്ട് ആരും അവിടെ ഉണ്ടെന്ന്. ആണ് ആ ടോപ്പിക്ക് അവിടെ കൊണ്ടങ്ങ് എൻഡ് ചെയ്തിട്ട് പൊന്നി ചേച്ചിയോട്
ചേച്ചിയോട് ചോദിക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പൊന്നി ചേച്ചി പറഞ്ഞു, അല്ല കുഞ്ഞെ കാപ്പി എടുത്ത് വെക്കട്ടെ, കാപ്പി വേണ്ട ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് പൊന്നി ചേച്ചി എന്താണ് വിഷ്ണു അങ്ങ് പറഞ്ഞിടുക. കാരണം വിഷ്ണുവിന് കാർത്തികയോട് സംസാരിച്ച് തീർന്നിട്ടില്ല, ഇനിയും ബാക്കി പറയാനുള്ളതേ ഉള്ളൂ. അപ്പം പൊന്നി ചേച്ചി അങ്ങോട്ട് ഈ പോകുന്നെങ്കിലും തിരിഞ്ഞ് നോക്കിയാണ് പോകുന്നത്. കാരണം ഇവർക്കിടയിൽ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. ഇനി ചേച്ചി വന്നപ്പം തന്നെ വിഷ്ണു എന്താണ് ആ ടോപ്പിക്ക് നിർത്തി എന്നാണ് കാർത്തിക പ്രതീക്ഷിച്ചത്. പക്ഷേ കാർത്തികയുടെ പ്രതീക്ഷയൊക്കെ തെറ്റി. വിഷ്ണു കാർത്തികയോട് പറയുന്നുണ്ട്, താൻ ഇങ്ങോട്ടേക്കൊന്ന് വന്നേ, പുറത്തേക്കൊന്ന് മാറി നിൽക്കുക, എനിക്ക് തന്നോട് ഇന്ന് കുറേ കാര്യം സംസാരിച്ച് തീർക്കേണ്ട ആവശ്യമുണ്ട്, ഇന്ന് തന്നെ സംസാരിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള വാശിക്ക് വിഷ്ണു വിളിക്കുമ്പോൾ കാർത്തിക മനസ്സിലായി കയ്യിൽ നിന്ന് എല്ലാ പണിയും പാളിക്കും. അപ്പം കാർത്തികയെ മാറ്റി നിർത്തി വിഷ്ണു ചോദിക്കുന്നൊരു കാര്യം, ഹർഷൻ എപ്പം വരും, എനിക്കിനി തന്നോട് അറിയാനുള്ള ഒറ്റൊരു കാര്യം, ഹർഷൻ എപ്പം വരും എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കാർത്തികയ്ക്ക് ഒന്നും ഒരു മിണ്ടാട്ടമില്ല. കാർത്തിക അപ്പോഴത്തേക്ക് ആലോചിക്കുന്നത് ഹർഷൻ്റെ ആ ഫോട്ടോ വന്നതും കല്യാണ ഫോട്ടോ വന്നേക്കെ ആലോചിച്ച് നിൽക്കും, എന്തുത്തരം പറയാനാ. അപ്പോൾ അതറിയാതെ കാർത്തിക അത് കേട്ട ഭാവല നടക്കുമ്പോഴത്തേക്കും നമ്മുടെ വിഷ്ണു വയ്ക്കുക, ശരി കേട്ടൂടെ, ഞാൻ ചോദിച്ചിട്ട് തനിക്ക് ഇത്രയും മനസ്സിലായില്ലേ ചോദിക്കുമ്പോഴത്തേക്കും കാർത്തിക പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല, 2-3 ദിവസമായി ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, ഇനി അവിടെ എന്തെങ്കിലും പറ്റുമെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല, ഞാൻ അതിൻ്റെ സങ്കടത്തില്ല. അങ്ങേറെ പ്രശ്നമാണെന്നല്ലോ എൻ്റെ തലയിൽ വന്നിരിക്കുന്നത്. വിഷ്ണുട്ട ഇങ്ങനെ കുറേ പറഞ്ഞ് എന്നെ കുത്താൻ നിൽക്കല്ലേ അനാവശ്യമായിട്ട്. വിഷ്ണുട്ടൻ ഇപ്പം എന്ത് പറ്റി, ഇങ്ങനെയൊന്നും അല്ല എന്നല്ലോ വിഷ്ണുട്ടൻ്റെ സ്വഭാവം, എന്നോട് എന്തിനാണ് വിഷ്ണുട്ടൻ ഇത്ര ദേഷ്യം, എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല എന്നതിൻ്റെ വിഷ്ണു പറയുന്നത്. എനിക്ക് ആരോടും പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല, അല്ല വിഷ്ണുട്ടൻ ഇങ്ങനെ അല്ലായിരുന്നു, ഇപ്പം പെട്ടെന്നാണെന്നല്ലോ എന്നോട് ഇത്രയും പെരുമാറ്റത്തിലെ വ്യത്യാസം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പം എന്നെ സംശയമാണ്, അതല്ലേ കാര്യം, ഞാൻ വിഷ്ണുവേട്ടനും ശാലിനിയും തമ്മിലുള്ള ബന്ധം തകർക്കാൻ നോക്കുന്നുള്ള സംശയം തന്നെയല്ലേ. എന്നാൽ കേട്ടോ, ഞാൻ അങ്ങോട്ടേക്കല്ല, ശാലിനി എന്നെ ഇങ്ങോട്ടേക്ക് ഉപദ്രവിക്കാൻ വന്നത്. ഇത്ര നാളായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ എന്നെ മറ്റൊരാൾ അടിച്ചിട്ടില്ല, അതും അന്യായൊരു സ്ത്രീ, എനിക്ക് തികച്ചും അന്യായൊരു സ്ത്രീ എന്നെ ഇങ്ങോട്ടേക്ക് എൻ്റെ ചെവിക്കല്ലിന് നോക്കി അടിക്കുന്ന ആദ്യമായിട്ടാണ്. അതൊക്കെ ഞാൻ കൊണ്ടിട്ടും ഒന്നും ഒരു അക്ഷരം മിണ്ടാതെന്ന് ആർക്കും വേണ്ട, വിഷ്ണുവേട്ടന് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും ചെയ്യാതെന്ന്. അല്ലാതെ ഞാൻ എന്നാൽ കേട്ടോ, ഇന്നലെ നടന്ന കാര്യത്തിൽ എനിക്ക് ഒരു പങ്കും ഇല്ല എന്നുള്ള കാര്യമാണ് ഏറ്റവും വലിയ സത്യം. ഇതൊക്കെ പറഞ്ഞിട്ടും വിഷ്ണുവേട്ടൻ എന്നെ സംശയമാണെന്നുണ്ടെങ്കിൽ, വിഷ്ണുവേട്ടനെ പോലും എന്നോട് എന്താണ് ഒരു താല്പര്യക്കുറവെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളാം. ഇപ്പം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മാത്രമല്ല, അന്ന് പഴയ ആ മലമുകളിൽ തന്നെ ഞങ്ങൾ പോയിക്കൊള്ളാം എന്ന് പറയുമ്പോൾ വിഷ്ണു പറയാം, നിൽക്ക്, അങ്ങനെയാണെങ്കിൽ എനിക്ക് അന്ന് തന്നെ വിടാമല്ലോ, അതിന് എൻ്റെ മനസാക്ഷി അനുവദിക്കാത്ത കൊണ്ടല്ലേ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. എടോ, എനിക്ക് ഒറ്റൊരു കാര്യമേ പറയുള്ളൂ, എനിക്ക് ഇന്നലെ രാത്രി തൊട്ട് തന്നോട് എനിക്ക് കുറച്ച് അസംതൃപ്തി ഉണ്ടെന്നുള്ള കാര്യമൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ അതിൻ്റെ കാര്യം തനിക്ക് മനസ്സിലാവണം, ആരുടെ കയ്യിലാണ് ആറ് ഭാഗത്താണ് തെറ്റുന്നുണ്ടെങ്കിൽ ശരി തന്നെ, പക്ഷേ ശാലിനിയുടെ കണ്ണ് നിറയുന്ന കാര്യം എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഇനി ആറ് ഭാഗത്താണ് തെറ്റെന്ന്, അതുകൊണ്ട് അവളോട് മുഷിയാൻ താൻ പോകാൻ നിൽക്കരുത്. അവളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു കാര്യം തന്നിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലെന്ന് കാർത്തിക്ക് വാർണിംഗ് കൊടുക്കുമ്പോൾ കാർത്തിക് കേട്ട് ഞെട്ടി നിൽക്കുവാണ്. പിന്നെ ആ ഹർഷനോട് പറഞ്ഞേക്കണേ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ, കാരണം നമ്മൾ തുടങ്ങി വെച്ച നാടകം അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു. ഇനി ഇത് എത്രയും വേഗം അവസാനിപ്പിച്ച് നമുക്ക് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഈ അരങ്ങ് മുന്നോട്ടേക്ക് പോയാൽ കാണികൾ കൂവാൻ തുടങ്ങും, നമുക്കത് ചെയ്യിപ്പിക്കേണ്ട. അതുകൊണ്ട് എത്രയും വേഗം ഇത് അവസാനിപ്പിക്കണം വിഷ്ണു പറയുമ്പോഴത്തേക്കും, എന്നിട്ട് വിഷ്ണു ഇതും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് അങ്ങ് പോവുകയാണ്, അകത്തേക്ക് കയറി പോവുക. അപ്പോഴത്തേക്കും കാർത്തിക് അവിടെ നിന്ന് ചിന്തിക്കുമോ, കേട്ടാ അങ്ങനൊന്നും ഈ അരങ്ങ് ഇത്രയും പെട്ടെന്നൊന്നും ക്ലോസ് ആകത്തില്ല. അതിന് മുന്നേ നിങ്ങളുടെ അവളുണ്ടല്ലോ കളക്ടർ കൊച്ചമ്മ, അവൾ എൻ്റെ കവളത്തടിച്ച അടിക്ക് അവൾക്ക് തിരിച്ച് അവളുടെ നെഞ്ചത്തിട്ട് ഒരു അടി കൊടുക്കാതെ അവളെ കരയിപ്പിക്കാതെ ഞാൻ പോകത്തില്ല. ഞാനേ കാർത്തിക, എന്നെ ഒന്ന് തൊട്ട് നോവിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് അതിനുള്ള പ്രതികാരം ഇതാക്കി ചുട്ടിരിക്കാതെ ഞാൻ പോകുന്ന ചരിത്രം എനിക്കില്ല. അതുകൊണ്ട് വിഷ്ണുവേട്ടൻ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും ആകത്തില്ല. ഇതേ കാർത്തിക, പകയുണ്ടെങ്കിൽ ആ പക തീർത്തിട്ട് മാത്രമേ പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കാർത്തികയുടെ യഥാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത് കാർത്തികയുടെ മനസ്സിലിരിപ്പോൾ എത്രമാത്രം കാർത്തിക മത്സരീനെയും സുസ്മിതയൊക്കെ കാര്യം വെല്ലുന്ന ഒരു വിഷമമുള്ള കാര്യമാണ് ഇവിടെ കാണുന്നത്. ചിന്തിക്കുന്ന കാര്യം, വിഷ്ണുവേട്ടനും കൂടെ തന്നെ തഴഞ്ഞാൽ പിന്നെ പോകാൻ തനിക്കൊരു ഇടവില്ലല്ലോ. അപ്പം മധുശ്രീ പറഞ്ഞ പോലെ തന്നെ ഇവിടെ തന്നെ ഇനി പിടിച്ചെന്നേ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ വിഷ്ണുവേട്ടൻ ഇപ്പോഴത്തെ ഈ ഒരു സ്വഭാവ മാറ്റം, ഈ ഒരു ആറ്റിറ്റ്യൂഡിലെ മാറ്റം എങ്ങനെയെങ്കിലും എന്താണ് മധുശ്രീ വിളിച്ച് പറയാം. അപ്പോൾ അവൾ എനിക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ് തരും ഇവിടെ തന്നെ എങ്ങനെ പിടിച്ച് നിൽക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഇത് നേരെ ഇവൾ മധുശ്രീ വിളിച്ച് ടെറസിൻ്റെ അവിടെ പോയി സംസാരിക്കുന്നതും ശാലിനി ഇതൊക്കെ എന്താണ് അകത്തുനിന്ന് കേൾക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ശാലിനിയുടെ എന്താണ് ഇത് ശ്രദ്ധിക്കുന്ന കാര്യമൊന്നും ഇവൾ കാണുന്നില്ല. അപ്പോൾ ശാലിനി നോക്കുന്നത് ഇവൾ ആരുമായിട്ട് ഇത്ര ചിരിച്ച് രസിച്ചൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നത്, അതിനു വേണ്ടിയൊക്കെ ഇവർക്ക് ആരാണ് ഇവിടെ ബന്ധമുള്ളത്, ഇവളെക്കുറിച്ച് എത്ര ഒറ്റയ്ക്ക് അന്വേഷിക്കാൻ നോക്കിയിട്ടും കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ എന്നൊരു ശാലിനി ഇതൊക്കെ എന്താണ് ഫോണിനകത്ത് ഫോട്ടോ ആയിട്ട് റെക്കോർഡായിട്ടൊക്കെ എടുക്കുവാണ് ഇവളുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇവൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവൾ സംസാരിക്കുന്ന കാര്യം മധുശ്രീ ഇങ്ങനെ വിഷ്ണുവേട്ടൻ എന്താണ് ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ ഒരു വ്യത്യാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നടന്ന സംഭവമൊക്കെ പറയുമ്പോൾ മധുശ്രീ പറയുന്നുണ്ട്, ആരെയും കൂടുതൽ പ്രൊവോക്ക് ചെയ്യാൻ നിൽക്കില്ല, കാരണം കൂടുതൽ നീ എന്താണ് അങ്ങോട്ട് കീറിക്കിടന്ന് സംസാരിച്ചാൽ ചിലപ്പോൾ ഇങ്ങോട്ടേക്കുള്ള റിയാക്ഷൻ അത് പിന്നെ കാര്യങ്ങളൊന്നും പിടിച്ചാൽ പിടിക്കുന്ന രീതി കിട്ടിയെന്നിരിക്കില്ല. ഹർഷൻ്റെ കാര്യം നിനക്കറിയാലോ, ഇനി നാടകമായി നീ തുടർന്ന ഈ ഒരു കല്യാണത്തിന് സ്ഥിരമായി നിൻ്റെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമായി നിനക്ക് മാറ്റിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വിഷ്ണുവിൻ്റെ ഇപ്പോഴത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് സ്വാഭാവികം. അവന് ശാലിനിയായിട്ട് ജീവിക്കാൻ പറ്റിയ ഒരു നിമിഷത്തിനെ കിട്ടിയതിന് നീ നശിപ്പിച്ചതിൻ്റെ ഫ്രസ്ട്രേഷൻ കാണിച്ചതേ ഉള്ളൂ. അത് നീ വലിയ കാര്യമായിട്ടൊന്നും എടുക്കേണ്ട, അത് വളരെ നോർമലായ കാര്യമാണേ ഉള്ളൂ. കാർത്തിക, നീ നിൻ്റെ പരിശ്രമം ഒന്ന് അവസാനിപ്പിക്കാൻ നിൽക്കേണ്ട എന്നൊക്കെ ഉപദേശം കൊടുത്തിട്ട് പറയുന്നു. എന്നാലും കാർത്തിക ഒരു
കാര്യം പറയട്ടെ, നീ ഇപ്പം നിന്ന് സംസാരിക്കുന്ന സ്ഥലത്തിനകത്ത് നല്ല ബുദ്ധിരാക്ഷസിയായ ഒരുത്തിയുണ്ട് അറിയാലോ. ആ കളക്ടർ രാക്ഷസിയുടെ കണ്ണിലൊന്നും ചെന്ന് പെടില്ല. ഒരു ഇച്ചിരി നഖത്തിൻ്റെ ഒരു തുമ്പ് കിട്ടിയാൽ മതി അവൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തേടി പിടിച്ച് അന്വേഷിക്കുക. അതുകൊണ്ട് ആ കളക്ടർ രാക്ഷസിയുടെ കണ്ണിലൊന്നും പെടാതെ നീ ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കുന്നവളെ കാണാതെ നീ അങ്ങോട്ടേക്ക് മാറിപ്പോകാനായി പറയുമ്പോഴത്തേക്കും അതിന് മുന്നേ തന്നെ നമ്മുടെ ശാലിനി ഇതൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പം ഫോൺ വെച്ചിട്ട് മസ്രി പറഞ്ഞ ഒരു വാക്കിട്ട്, ശാലിനിക്ക് പറ്റിയ പേര് തന്നെ കളക്ടർ രാക്ഷസി, ഇതിനേക്കാൾ നല്ല പേരെന്ന് പറഞ്ഞിട്ട് അവിടെ അത് ആലോചന രസിച്ച് നിൽക്കുമ്പം ഇതൊക്കെ കേട്ട് ശാലിനി എന്താണ് നേരെ ഈ ഫോട്ടോ എടുത്ത് അനുവിന് സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ഇവളെക്കുറിച്ച് സർവ്വത്ര ഡീറ്റെയിൽസ് തിരക്കാൻ പറയണം. അതായത് ഈ നാട്ടിലുള്ള സർവ്വവിധ ആശ്രമങ്ങളിലും എല്ലായിടത്തും ഇവൾ എവിടുന്നാണ് വന്ന്, ഇവളെ അറിയാവുന്നവരാരെങ്കിലും ഉണ്ടോ, ഇവളുടെ പുറത്ത് വല്ല കേസുണ്ടോ എന്ന് എല്ലാ കാര്യം നോക്കാൻ പറയണം. കാറിൽ നിന്ന് ആ ഒരു ഫോട്ടോ നോക്കിയിട്ട് ഞാൻ ചെയ്യാം മാഡം. മാഡം പറഞ്ഞ ഏകദേശം ഇവളെക്കുറിച്ച് കുറേ കാര്യമൊക്കെ അറിയാം. വിഷ്ണുവേട്ടൻ്റെ എന്താണ് വൈഫായിട്ട് ഇവിടെ അഭിനയിക്കുന്നത്. സത്യ അമ്മയ്ക്ക് എന്നെ പുറത്താക്കാൻ എന്ന സത്യ അമ്മയ്ക്ക് വീണ് കിട്ടിയ ഒരു തുറുപ്പ് ചീട്ടെന്ന് തന്നെ പറയാൻ കാർത്തിക. പക്ഷേ സാധാരണ രീതിയിൽ ഒരു പെണ്ണുങ്ങൾക്ക് സിമ്പതി കിട്ടാൻ വേണ്ട സർവ്വത്ര ക്ലീഷേ സ്റ്റോറീസുമായിട്ട് ഇറങ്ങിയിരിക്കുന്നവൾ തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ പിറകിലുള്ള പിന്നെ ഈ അന്വേഷിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ സീക്രറ്റ് ആയിരിക്കണം. കാരണം അല്ലെങ്കിൽ ഇത്രയും വലിയ ഫ്രോഡ് കാണിച്ച ഒരു കുടുംബത്തിൽ കയറിയിരിക്കുന്നവൾ ഇനി കളി മാറ്റി പിടിക്കാതെ തന്നെ നോക്കിയേ പറ്റത്തുള്ളൂ. അവളെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ എല്ലാ കാര്യം നോക്കണമെന്ന് തന്നെ ഈ അനുവിന് എന്താണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുവാണ് നമ്മുടെ ശാലിനി. അപ്പോഴത്തേക്ക് എന്താണ് ആ ഫോണും കട്ട് ചെയ്തിട്ട് അനു ഈ കാര്യം അന്വേഷിക്കാൻ വേണ്ടി തന്നെ അനു നോക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ സ്കൂളാണ്. അപ്പോൾ സ്കൂളിനകത്ത് ലഞ്ച് ടൈം ആയി കഴിഞ്ഞാൽ അപ്പോൾ ലഞ്ച് ബോക്സും കൊണ്ട് പപ്പിമോൾ ആദ്യം തന്നെ വന്നിരുന്നു. സത്യമോൾ എന്താണ് ടീച്ചറിൻ്റെ കണ്ണിലൊന്നും പെടാതെ, കാരണം ഒരുമിച്ചിരിക്കാൻ പാടില്ല എന്നല്ലേ വലിയ രീതിയിൽ സത്യഭാമയുടെ ഓർഡർ. അപ്പോൾ ആ ഓർഡർ എന്താണ് അത് പാലിക്കുന്ന ടീച്ചേഴ്സ് അവിടെ ഉള്ളതുകൊണ്ട് ആ എല്ലാ ടീച്ചറിൻ്റെയും കണ്ണൊക്കെ വെട്ടിച്ച് നമ്മുടെ സത്യമോൾ അവിടെ വന്നിരുന്നു. നീ കഴിച്ചു തുടങ്ങിയോ പപ്പി ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ കഴിച്ചു തുടങ്ങി. സത്യം എന്താ ലേറ്റ് ആയത്? ടീച്ചറിൻ്റെ കണ്ണൊക്കെ വെട്ടിച്ച് വരണ്ടേ? എന്നിട്ട് രണ്ടുപേരും ഒരുമിച്ചിരിക്കുകയാണ് കഴിക്കാൻ. അപ്പം കഴിക്കാതിരിക്കുമ്പോഴത്തേക്കും ആദ്യം തന്നെ എന്നാ സത്യമോള് ലഞ്ച് ബോക്സ് നോക്കിയിട്ട് നിനക്കിന്ന് ദോശയാണോ പപ്പി? ദോശയാ. ഇതേ എൻ്റെ ചേച്ചിയമ്മ ഉണ്ടാക്കിയ. ചേച്ചിയമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ ഭയങ്കര രുചിയാണ്, എല്ലാം ഉഗ്രനാ. വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. സത്യാമ്മയ്ക്ക് ഇഷ്ടം. പിന്നെ സത്യാമ്മ അതൊന്നും തുറന്ന് പറയത്തില്ല എന്നുള്ള അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാം. ദോശയും കടലക്കറിയും മാത്രമൊന്നുമല്ല, എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ്, അത്ര രുചിക്കുക. അപ്പോഴത്തേക്കും സത്യം നോക്കുക ഭയങ്കര സങ്കടം. കാരണം അമ്മയുടെ പ്രസൻസ് വീട്ടിൽ ഇല്ലാത്തതുകൊണ്ട് അമ്മ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഭക്ഷണമൊന്നും കിട്ടാത്തതിൻ്റെ ഒരു വിഷമം ഞാൻ കാണുമ്പോൾ തന്നെ നമ്മുടെ പപ്പിമോക്ക് മനസ്സിലായിട്ട്, നീ അമ്മയെക്കുറിച്ചല്ലേ ആലോചിക്കുന്നത് സത്യേ? അമ്മയെക്കുറിച്ച് തന്നെ ആലോചിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് നേരെ അമ്മയെ വിളിക്കാം. അമ്മ ഗോവയിലല്ലേ? അമ്മ ഗോവയിൽ എന്താണ് ഒഫീഷ്യൽ മീറ്റിങ്ങിന് വേണ്ടി പോയിരിക്കുമല്ലേ, അതുകൊണ്ടാണ് അമ്മ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഒരു രസമില്ല എന്നൊക്കെ സത്യമോൾ പറയുമ്പം നമ്മുടെ പപ്പിമോളുടെ മനസ്സിനകത്താണ് ചേച്ചിയമ്മയെക്കുറിച്ചാണല്ലോ പറയുന്നത്. എന്നിട്ട് എന്തായാലും നല്ല കാര്യത്തിനല്ലേ പോയിരിക്കുന്നത്, അപ്പം നല്ല കാര്യത്തിനായതുകൊണ്ട് നിൻ്റെ അമ്മ എല്ലാം കഴിഞ്ഞിട്ട് സന്തോഷമായിട്ട് തന്നെ വരും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ എന്താണ് പപ്പിമോള് സത്യമെടുത്ത് ഈ കാര്യങ്ങളൊന്നും പറയാതെ അതുവരെയൊക്കെ ശ്രമിക്കുന്നുണ്ട്. സത്യമോള് ഫുഡ് എടുത്ത് ആദ്യം തന്നെ ഇടിയപ്പം തോന്നും. അപ്പം ആദ്യം തന്നെ ഒരു വായ എടുത്ത് വെക്കുമ്പോഴത്തേക്കും എന്താണ് ഭയങ്കര ഉപ്പ്. അപ്പം ഉപ്പ് കൊണ്ട് തുപ്പുക. എന്നിട്ട് എന്താണ് നേരെ പപ്പിക്ക് കൊടുക്കുക. പപ്പിക്ക് നോക്കുമ്പോൾ അത്രയ്ക്ക് ഉപ്പ്, ഈ ഉപ്പാന്നല്ലോ അത്രയ്ക്ക്. അപ്പം ചിലപ്പോൾ എന്താണ് ശാരദാമ്മ ഉപ്പിട്ടിട്ട് അതറിയാൻ ശാന്തചേച്ചി ഉപ്പിട്ട് അങ്ങനെ മാറി മാറി ഇഷ്ടംപോലെ ഉപ്പായി പോയത് കൊണ്ടായിരിക്കും ഇത്ര ഉപ്പായത്. അമ്മ ഇല്ലാത്തതുകൊണ്ട് എന്താണ് ഫുഡിന് ആ ടേസ്റ്റ് ഇല്ലാത്തതിൻ്റെ ആ ഒരു പരാതി കുറച്ചും കൂടെ സ്ട്രോങ് ആയി. അപ്പോഴത്തേക്കും സത്യമെടുത്ത് പറയുകയാണ്, ഫുഡ് ഷെയർ ചെയ്യാൻ സത്യം എന്ന് പറഞ്ഞ് പപ്പി പറയുമ്പോഴത്തേക്കും ഞാനും കൂടെ ഈ ഫുഡ് ഷെയർ ചെയ്താൽ പപ്പിക്ക് വിശപ്പടങ്ങോ? നീ കഴിച്ച് നിനക്ക് വിശപ്പ് മാറി എനിക്കും വിശപ്പ് മാറി, എനിക്ക് ഇത്ര തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് എന്താണ് പപ്പിമോളുടെ ഫുഡിൽ നിന്ന് സത്യമോൾ ഫസ്റ്റ് ബൈറ്റ് എടുത്ത് വെക്കുമ്പോൾ തന്നെ ശാലിനി ഭക്ഷണം ഉണ്ടാക്കുന്ന അതേ രുചി തന്നെ. അപ്പം സ്വന്തം അമ്മയുടെ കൈപ്പുണ്യം എന്താ സ്വന്തം മക്കൾക്കറിയില്ല. അപ്പം ഈ ഫുഡ് കഴിച്ച് ചോദിക്കുവാണ്, ഇത് ആരുണ്ടാക്കിയെന്നാണ് പറഞ്ഞത്? കാരണം സത്യയെ കുറച്ചും കൂടെ ഷാർപ്പാകുന്നില്ല. അപ്പോഴത്തേക്കും സത്യയുടെ ആ ഒരു ചോദ്യത്തിൽ തന്നെ ആ ഒരു എന്താണ് ഭയങ്കര ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡ് ഉണ്ട്. ഇത് ആരുണ്ടാക്കിയത്? അപ്പം നിൻ്റെ ചേച്ചിയമ്മ എന്ന് പറയുമ്പോഴത്തേക്കും ചേച്ചിയമ്മ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടും ഷാനിയുടെ അതേ ഭക്ഷണത്തിൻ്റെ രുചി. അപ്പം ഇത് തന്നെ എന്താണ് സത്യയുടെ മൈൻഡിനകത്ത് ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് അവർ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞ് കഴിച്ചു കഴിഞ്ഞു. അപ്പം കഴിച്ചിട്ട് നേരെ എന്താണ് അമ്മയെ വിളിക്കാൻ വന്നിട്ടല്ലേ എന്ന്. അപ്പം ഫോൺ ഓണാക്കി നേരെ ഷാലിനിയെ വിളിക്കണം. അപ്പോൾ ഷാലിനി അതിന് മുന്നേ തന്നെ ഷാലിനി പൊന്നിച്ചെടുത്ത് ഇങ്ങനെ എന്താണ് സത്യയെക്കുറിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അപ്പോൾ അമ്മയും എന്താണ് അച്ഛനും കൂടെ വളർത്തി വഷളാക്കുന്നുണ്ട്. ഭയങ്കര മുൻശുണ്ടിയും കാര്യങ്ങളൊക്കെയാണ് സത്യയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ലഞ്ച് ടൈം ആയിക്കാൻ ഞാനില്ലാത്തതിൻ്റെ പരാതി പറഞ്ഞാൽ അവിടെ എല്ലാവരെയും കൂടെ ഇട്ട് വട്ടം കറക്കമൊക്കെ ആയിരുന്നു പറയുമ്പോഴത്തേക്കും കറക്റ്റ് സത്യയുടെ കോൾ വരിക. അമ്മയെ എവിടാ സുഖമാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഷാനി പറയുന്നുണ്ട് മോൾ സുഖമായിട്ടിരുന്നു ഫുഡൊക്കെ കഴിച്ചെന്ന് പറയുമ്പോൾ ഫുഡിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഇത് ഫുഡ് ഭയങ്കര മോശമായിരുന്നു, ഇന്ന് മൊത്തം ഉപ്പായിരുന്നു. അപ്പോഴത്തേക്കും തന്നെ അപ്പം പിന്നെ എന്ത് ചെയ്ത് മോളും ചോദിക്കുമ്പോഴത്തേക്കും പപ്പിയുടെ ഫുഡ് ഷെയർ ചെയ്യുന്ന പറയുമ്പോൾ ഷാനിക്ക് ഒരു ആശ്വാസമാണ്. അപ്പോഴത്തേക്കും ഫോൺ സ്പീക്കർ ഇടാൻ വേണ്ടി പപ്പിമോൾ പറയുമ്പം സ്പീക്കർ ഇടുവാണ്. അപ്പോഴത്തേക്കും നേരെ ഷാനി എന്താണ് പപ്പിമോളെയും ചോദിക്കുമ്പോഴത്തേക്കും പപ്പി എന്താണെന്ന് അറിയോ,
ചേച്ചി അമ്മ എന്നങ്ങ് വിളിക്കുകയാണ്. അപ്പം ഇത് നോക്കി എന്താണ് നമ്മുടെ സത്യ തിരിച്ചു നോക്കും. ചേച്ചി അമ്മയോ? ഒന്നാമത് ഫുഡിന് അമ്മ ഉണ്ടാക്കിയ അതേ രുചി. ഇപ്പം ഫോൺ എടുത്തത് എൻ്റെ അമ്മയ്ക്കത് ചേച്ചി അമ്മ എന്ന് വിളിക്കുന്നു. ഇതിൽ എന്താണെന്ന് മനസ്സിലാകാതെ സത്യം നിൽക്കുന്നത് കാണിച്ചാണ് നെക്സ്റ്റ് എപ്പിസോഡിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്ന കമൻസ് ഷെയർ ആരും മറക്കണ്ട. ബൈ.